സീമെൻസിൻ്റെ ഒരു 5 VFD ഡ്രൈവുകൾ നമുക്ക് സർവീസിന് വന്നിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ സീമെൻസിൻ്റെ കോമൺ ആയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരിക സാധാരണ VFDകൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് അതിൻ്റെ കൺട്രോൾ കാർഡുകളായിരിക്കും. പക്ഷേ സീമെൻസിൻ്റെ ഇതിൽ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് പവർ സെക്ഷനാണ് കൂടുതൽ കംപ്ലയിൻ്റ് ആവുക. കാരണം അത് ഡ്രൈവിൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അല്ല. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ABB സീമെൻസ് പോലുള്ള കമ്പനികൾ ഏറ്റവും കൂടുതൽ പ്യൂരിറ്റിയുള്ള പവറിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. ഇത് നേരെ ഇതിന് ഒരുപാട് ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ സാധനം ഇൻ്റർലോക്ക് അടിച്ച് കടന്നാൽ നമുക്ക് കണ്ടുപിടിക്കൽ വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ABB പോലുള്ള ഡ്രൈവുകളിൽ പവർ സെക്ഷൻ അവർ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സാധനം സൈലൻ്റായിട്ട് ഡെത്തായിട്ട് കിടക്കും. അപ്പം അതിൻ്റെ ഇൻ്റർലോക്കുകൾ കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തെടുത്താൽ മാത്രമേ അത് പിന്നീട് വർക്ക് ആവുകയുള്ളൂ. പക്ഷേ മറ്റുള്ള ലോക്കൽ ഡ്രൈവുകളാണെങ്കിൽ പവർ സെക്ഷൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ പോർഷൻ കംപ്ലീറ്റ്ലി അടിച്ചു പോകും. നമുക്ക് ഫിസിക്കലി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു ഡ്രൈവിൽ നമുക്ക് ഈ ഒരു ഡ്രൈവ് നോക്കിയാൽ കാണാം, ഇതിൻ്റെ അകത്തൊരു ഇതൊരു സിഗ്നൽ റിലേ ആണ്. ഇത് ഡിറ്റാച്ച് ആയിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഒരു സോൾഡറിങ് വിട്ട് ഡിറ്റാച്ച് ആയിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ ഡിറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ സോൾഡറിങ് ഒരു പ്രോബ്ലമാണ്. ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളാണിത്. 7800, അതായത് സീമെൻസിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എറർ എന്ന് പറഞ്ഞാൽ 7800. അതാണ് പവർ സെക്ഷനിൽ വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു പവർ സെക്ഷനിലെ ഒരു സിഗ്നൽ പോയില്ലാച്ചാൽ അടുത്ത സെക്ഷൻസ് മൊത്തം കട്ടാവും. അതായത് പാരാമീറ്റർ റീഡ് ചെയ്യാതെ വരും. അതാണ് സീമെൻസിൽ കണ്ടിരിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എറർ.